ഇത് കട്ടൽ ഫിഷിൻ്റെ റെസിപ്പിയാണ്. ഇതിൻ്റെ പേര് മലയാളത്തിൽ പേയ് കണവ എന്നും പറയും. അതിൻ്റെ റെസിപ്പിയാണ് ഞാൻ ചെയ്യുന്നത്. ഇത് ഈവനിങ് സ്നാക്സ് ആയിട്ടും ഉപയോഗിക്കാം, രാത്രി ലൈറ്റ് ഫുഡായിട്ടും ഉപയോഗിക്കാം. ഇത് ആദ്യം ചെയ്യേണ്ടത് കഴുകി നല്ല വൃത്തിയാക്കണം. വൃത്തിയാക്കി ഇത് വൃത്തിയാക്കാനുള്ള പ്രത്യേക രീതിയുണ്ട് ക്ലീൻ ചെയ്യാനുള്ളത്. അത് ഞാൻ വേറെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇത് കഴുകി വൃത്തിയാക്കി കുക്കറിലിട്ടിട്ട് ഒരു 3/4 സ്പൂൺ ഉപ്പും ഒരു 3/4 സ്പൂൺ ടീസ്പൂൺ മഞ്ഞപ്പൊടിയും ഇട്ട് കുക്കറിലിട്ട് 8 വിസിൽ അടിക്കണം. പിന്നെ അത് ചെറിയ സ്ലൈസ് ആക്കണം. ചെറിയ ഒരു 1/2 ഇഞ്ച് 1/4 ഇഞ്ച് സ്ലൈസ് ആക്കിയാൽ മതി, ചെറിയ ക്യൂബ് സ്ലൈസിൽ. പിന്നെ ഒരു പാൻ എടുത്തിട്ട് കുറച്ച് ഓലിവ് ഓയിൽ, ഇഞ്ചി ഗാർലിക് പേസ്റ്റ്, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ അതിട്ട് വഴട്ടണം. പിന്നെ തക്കാളി ഇടണം. തക്കാളി ഒരു 5 തക്കാളി മീഡിയം സൈസ് ക്യൂബായിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് അതിട്ട് വഴട്ടണം. പിന്നെ ഒരു 3/4 സ്പൂൺ ഉപ്പ്, മല്ലിപ്പൊടി 3/4 സ്പൂൺ, ജീരകപ്പൊടിയും ഒരു 3/4 സ്പൂൺ, പിന്നെ കുരുമുളക് ഒരു 3/4 സ്പൂൺ, 1.5 സ്പൂണ് മുളക് പൊടി, ഗരം മസാല ഒരു 1/2 സ്പൂൺ, പിന്നെ വേണമെങ്കിൽ ഫിഷ് മസാല ഉണ്ടെങ്കിൽ ഫിഷ് മസാലയും ഇടാം, ഒരു 1/2 സ്പൂൺ. ഈ പൊടികളെല്ലാം ഇട്ട് ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് നല്ല വഴട്ടണം. പിന്നെ അതിൻ്റെ അകത്ത് ഈ ക്യൂബായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ കണവ അതിൻ്റെ അകത്തിട്ട് കുറച്ച് സമയം വഴട്ടണം. ഇത് ഒരു 5-6 മിനിറ്റ് വഴട്ടിയാൽ മതി. കാരണം നമ്മൾ ഇത് നേരത്തെ ബോയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് മല്ലിയില, കുറച്ച് മല്ലിയില ഇടാം. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ പുതിന ഇലയും ഇടാം. പക്ഷെ എൻ്റെ അടുത്ത് ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ മല്ലിയില മാത്രം ഉപയോഗിച്ചു. പിന്നെ കുറച്ച് പാപ്രിക്കൻ പൊടി, പാപ്രിക്കൻ മുളക് പൊടി അത് കുറച്ചിടാം. അത് ഒരു 3/4 സ്പൂൺ വരുന്ന രീതിയിൽ. ഇതെല്ലാം 3/4 കിലോ കണവയുടെ അകത്ത് ഇടുന്ന ഐറ്റംസാണ്. ഇതെല്ലാം 3/4 സ്പൂൺ തന്നെ ഇട്ടാൽ മതി. ഉപ്പ് നമ്മൾ ആവശ്യത്തിന് നോക്കി ഇട്ടാൽ മതി. അത് കഴിഞ്ഞിട്ട് സവാള ചെറിയ സ്ലൈസാക്കി, ചെറിയ കഷ്ണമാക്കി സവാള ഇടണം. പിന്നെ ക്യാപ്സിക്കം, സവാള കുറച്ച് കൂടുതലിടാം. ഒരു 3-4 സവാള വരുന്ന രീതി, മീഡിയം സൈസ്. പിന്നെ ഒരു ക്യാപ്സിക്കം മതി. ഇത് ആക്ച്വലി പിസയുടെ അകത്ത് വെക്കുന്ന സ്റ്റഫിങ്ങാണ്. മിൻസ്ഡ് ചിക്കൻ പിസ്സ, മിൻസ്ഡ് ബീഫ് പിസ്സ, അതുപോലെ ഇത് കണവ വെക്കുന്ന ഒരു സ്റ്റഫിങ്ങാണ്. പിസ്സ ഒക്കെ ചെയ്യാനുള്ള സ്റ്റഫിങ്ങാണ് അത്. ഒരു 10 മിനിറ്റ്
വെന്താൽ മതി, ചൂടായാൽ മതി. പിന്നെ ഇതിൻ്റെ അകത്ത് ഓർഗാനോ പൗഡർ, പിന്നെ റോസ്മേരി, ഡ്രൈ റോസ്മേരി കുറച്ചിടാം. പിന്നെ മിക്സ്ഡ് ഹെർബ്സ് കുറച്ചിടാം. ഇത് മൂന്നും നല്ല ഫ്ലേവർ കൊടുക്കും, നല്ല മണം, നല്ല ഫ്ലേവറും കൊടുക്കും. മെയിനായിട്ട് ഉള്ളത് ഈ 3 ഐറ്റം അവസാനം ഇടേണ്ടത്. കമ്പൽസറി ആയിട്ട് ഇത് ഇടണം, എന്നാലേ അത് ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇനി അടച്ചു വെച്ചാൽ മതി. അടച്ചു വെച്ചിട്ട് കറക്റ്റ് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഓഫ് ചെയ്താൽ മതി. പിന്നെ നമ്മളിത് ചോറിൻ്റെ കൂടെയും കഴിക്കാം, അല്ലെങ്കിൽ ചപ്പാത്തിൻ്റെ കൂടെ, അല്ലെങ്കിൽ റോളായിട്ടും ഉണ്ടാക്കി കഴിക്കാം. നമ്മുടെ ഒരു ഐഡിയ. സോ ഞാൻ വീട്ടിൽ ചപ്പാത്തി ഉണ്ടായിരുന്നു, ചപ്പാത്തി എടുത്തു. ഒരു ചപ്പാത്തി, ഇതിൽ ഒരു ചീസ് വെച്ചിട്ട് സ്വല്പം സവാള അരിഞ്ഞിട്ടത്, ഈ സ്റ്റഫ് അതിൻ്റെ അകത്തിട്ടിട്ട് റോളായിട്ടും കഴിക്കാം. ഇതിൽ ഓരോരോ ഓപ്ഷനും ഉണ്ട്. ടൊമാറ്റോ സോസും ഒഴിക്കുന്നവരുണ്ട്. ചെറുതായിട്ട് ഒരു സ്പൂൺ ടൊമാറ്റോ സോസോ അല്ലെങ്കിൽ മയോണൈസോ. സോ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണം. ഈ കണവ ക്ലീൻ ചെയ്യുന്ന പ്രത്യേക രീതിയുണ്ട്, അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നുണ്ട്.